തനി ഭാഷയിൽ പറഞ്ഞാൽ വഴിപിഴച്ച കുട്ടിയെ പരസ്യമായിട്ട് ദൈവവിശ്വാസത്തിനെതിരെ, അതൊരു മതത്തിനല്ല കേട്ടോ, എല്ലാ മതത്തിനെയും കാടടച്ച് പറയുന്ന ഒരാളായി മാറി. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഓടിക്കില്ല. വീട് വിടാൻ എന്താ കാരണം? 21 കൂടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങിയതിന്റെ പിറ്റേന്ന് എന്റെ വീട് പൊളിച്ചു. അവരുടെ മകളായിരുന്നു ഞാനെങ്കിൽ കുരുടാൻ കൊടുത്തുമായിരുന്നു എന്ന് വരെ പറഞ്ഞു. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് തോന്നിയ കാര്യം അത് ഞാൻ ചെയ്യുന്നില്ല. ദൈവവിശ്വാസത്തിനെതിരായിട്ട് സംസാരിക്കുന്നു. പിന്നെ നോർമലി ആ ഒരു സാധനം മനസ്സിൽ കിടന്ന് പിന്നെ എന്തിനാണ് ഞാൻ പള്ളിയിൽ പോകുന്നത് എന്നുള്ള ചിന്ത വന്നു തുടങ്ങി. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. സംസാരിക്കുന്ന ലാംഗ്വേജിൽ ചീത്ത എന്ന് പറയുന്നത് പച്ചയ്ക്ക് തന്നെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നോർമലി അവർ ഉപയോഗിക്കുന്ന ചീത്തയാണ്. എനിക്ക് ഈ ചീത്തകൾ ആദ്യം കണ്ടപ്പോൾ ഓർമ്മ വന്നത് എന്റെ വീഡിയോയുടെ അടിയിൽ വന്ന ചീത്തകളാണ്. ഇതിലും മോശമായിരുന്നു. ഇത് അവര് നോർമലി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. ശരിക്കും ലൈഫ് എന്ന് പറയുന്നത് ആ ചേരിയാണ്, ആ റൂം മാത്രമല്ല. ആ റൂമിൽ നമ്മൾ രണ്ടുപേരുടെ ജീവിതം മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കി ലൈഫ് മൊത്തം ചേരിയിൽ കിടക്കുക. ആ മെസ്സേജിന്റെ ഉള്ളടക്കം ഇത്രേ ഉള്ളൂ. പണ്ട് കാലത്തുണ്ടായിരുന്ന ദൈവങ്ങൾ ഇപ്പൊ ജീവിച്ചാൽ അവർക്ക് എന്താണ് സംഭവിക്കുക, അത് നോർമലി നമുക്ക് ലോജിക്കലി ചിന്തിക്കുമ്പോൾ എന്താണോ സംഭവിക്കുക അത് മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. പക്ഷേ അത് യൂട്യൂബിൽ വന്ന് 1-2 ശേഷത്തിന് ശേഷം പിന്നെ ഉണ്ടായ പുകിലൊന്നും പറയാൻ പറ്റാത്തതാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. യങ് ഡയറക്ടർ അബിതയാണ് നമുക്കിപ്പോൾ. ഹായ് അബിത. ഹായ് ചേട്ടാ. പടം കാണാൻ തുടങ്ങുമ്പോൾ സെൻസസ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന സമയത്ത് അബിത പടം ചെയ്തു, ഞാനൊക്കെ എന്നാണ് ഇനി പടം ചെയ്യാന്ന് ആലോചിക്കില്ലേ? കുറച്ചൊരു അസൂയോ എന്തോ ഉണ്ടായിരുന്നു ആ പടം തുടങ്ങുന്ന സമയത്ത്. വെറുതെ ഇങ്ങനെ നെടുവേർപ്പിട്ടിട്ട് പിന്നെ സിനിമ കാണാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ മുഴുവൻ കാണുന്ന സമയത്ത് 2 തോട്ട്സ് കൂടെ എൻ്റെ മനസ്സിനകത്ത് പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അത് പടം പോകെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനത് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചിന്തകളൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പടം കണ്ടുപോയി വീണ്ടും ഈ ചിന്തകൾ പിടികൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ത്രൂ ഔട്ട് സിനിമ ഇങ്ങനെ ഇമ വെട്ടാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് ഫ്രെയിം ചെയ്തത്. കാരണം എനിക്ക് പരിചയമുള്ള ആളുടെ സിനിമയാണ്, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ സംസാരിക്കണമല്ലോ. അപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നില്ല. ശരിക്കും ചിത്രാഞ്ജലിയുടെ പാക്കേജ് ആയിരുന്നു, എങ്ങനെയായിരുന്നു ഈ സിനിമ പൂർത്തീകരിച്ചത്? ചിത്രാഞ്ജലിയുടെ പാക്കേജ് ആണ് അത്. നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ആണ് അവരെ ഏൽപ്പിച്ചത്. ശരിക്കും ഇത് നമുക്ക് ഒരു ലൈൻ പ്രൊഡ്യൂസർ ഇല്ല സിനിമയ്ക്ക്. കാരണം കൊറോണയുടെ സമയത്ത് നമ്മൾ കൈറോസ് ക്യൂറോ എന്ന് പറഞ്ഞിട്ടൊരു ജനകീയ സിനിമ കൺസെപ്റ്റിൽ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ കൊറോണ ആയതുകൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം കൊറോണയൊക്കെ കഴിഞ്ഞ് എല്ലാം ഓപ്പണായി വന്നപ്പം ഈ ഒരു കഥ മുന്നോട്ട് വയ്ക്കുകയും എന്നാൽ നമുക്കിത് സിനിമയായിട്ട് ചെയ്യാം എന്നുള്ള ഐഡിയ നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഒന്നിച്ച് നിന്ന് പറയുകയും ചെയ്തപ്പം ആ പ്രൊഡക്ഷൻ, ജനകീയ സിനിമ പ്രൊഡക്ഷൻ നേരെ ഇതിനകത്തോട്ട് ഫ്യൂസ് ചെയ്ത് ഒരു കളക്റ്റീവ് പ്രൊഡക്ഷനിലൂടെ, കളക്റ്റീവ് ഫണ്ടിങ്ങിലൂടെ ഈ സിനിമ നമ്മൾ പൂർത്തിയാക്കി. ഈ കളക്റ്റീവ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് കുറേ കഥകളുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് പാടുണ്ടായിരുന്നു. ചില കഥകൾ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്രയും വലിയൊരു പ്രോജക്റ്റ്, ചെറിയ കുട്ടി വലിയ കുട്ടി എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. 26 വയസ്സാണ് ആയത്, 25 ആയിട്ടുള്ളൂ അവിടേക്ക്. ഓ അടിപൊളി. അപ്പോൾ LLB ആണ് പഠിക്കുന്നത്, പക്ഷേ സിനിമയാണ് ചെയ്തത്. എല്ലാം കൂടെ അങ്ങോട്ട് യോജിക്കില്ലേ? എങ്ങനെയാടാ ഈ പടം പൂർത്തിയാക്കാന്ന് പറയുന്നത്? ചെറിയ കാര്യമല്ല. ചെറിയ കാര്യമല്ല. +2 കഴിഞ്ഞപ്പോൾ തൊട്ട് ഇതിനോടൊത്തൊരു താല്പര്യം. +2 കഴിഞ്ഞപ്പോൾ അതിന് മുന്നേ തൊട്ട് ഫോട്ടോഗ്രാഫിയോട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ പണ്ട് ഈ ടീച്ചേഴ്സും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്കൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണം. അതായിരുന്നു എൻ്റെ പാഷൻ. പക്ഷെ ഞാൻ പഠിച്ച സ്ഥലവും പിന്നെ പേരൻസ് ഒക്കെ പറഞ്ഞതൊന്നും ശരിയല്ല, പെൺകുട്ടിക്ക് അത് ശരിയല്ല, സേഫ് അല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. പിന്നെ അതിനുള്ള ചാൻസസ് ഇന്ത്യയിലൊന്നും ഇല്ല, നമ്മളതിനെ കൂടുതൽ അന്വേഷിക്കുന്നില്ല. ഈ പണ്ട് ഈ ഡിസ്കവറി ചാനലിൽ നാറ്റ് ജിയോ ഒക്കെ കണ്ടു വളർന്നിട്ട് എനിക്ക് അങ്ങനെ പോകണം, എനിക്ക് കാട്ടിൽ പോകണം, അതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് ആഗ്രഹം. വേറെ ഒന്നും ഇല്ലല്ലോ, എനിക്ക് കാട്ടിൽ പോകണം. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം നിന്നു. പക്ഷെ +2 കഴിഞ്ഞ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല പഠിക്കാൻ. അപ്പം ഡിഗ്രി എടുത്തു. അപ്പോഴാണ് എനിക്കൊരു ചാൻസ് വീണ് കിട്ടിയത്. എൻ്റെ നാട്ടിൽ പപ്പായുടെ ഒരു ഫ്രണ്ട് സിനിമ ചെയ്യാൻ വന്നു. അപ്പം ഞാൻ എൻ്റെ ഡിഗ്രിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആക്ട് ചെയ്യാനാണ് പോയത്. അതിൽ ഒരു മാർഷൽ ആർട്ട് മൂവിയായിരുന്നു. അപ്പോൾ അതിലൊരു മാർഷൽ ആർട്ടിസ്റ്റായിട്ട് ഒരു ക്യാമ്പൊക്കെ കഴിഞ്ഞ് മാർഷൽ ആർട്ടിസ്റ്റായിട്ടായിരുന്നു അതിനകത്ത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ക്ലാസ്സില്ല, ഞാൻ ക്യാമ്പില്ലാതെ, അത് പ്രാക്ടീസ് ഇല്ലാത്ത സമയത്ത് വെറുതെ നിൽക്കുന്നു. അപ്പം ഞാൻ ഒരു ക്യൂരിയോസിറ്റിക്ക് എന്നാൽ ഇവരുടെ കൂടെ ചെയ്യാൻ, അവരെല്ലാം ബാക്കി വർക്ക് ചെയ്യുന്നുണ്ട്, സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യുന്നു, അത് ഡിസൈൻ ചെയ്യുന്നു, ഇത് ഡിസൈൻ ചെയ്തു. അപ്പോൾ എനിക്കറിയില്ല, കാരണം അതിന് മുന്നേ വരെ സിനിമയായിട്ട് ഒരു ബന്ധമില്ല.
ടി വിയിൽ സിനിമ വരുമ്പോൾ കാണും, അത് ഇന്ന സിനിമയെന്നൊന്നുമില്ല, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ സിനിമ കാണില്ലേ, അങ്ങനെ കാണുന്നതല്ലാതെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു സിനിമ ഞാൻ അതിന് മുന്നേ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ചാൻസ് കിട്ടി, അങ്ങനെയാണ് കൂടുതൽ സിനിമയിലേക്ക് ഞാൻ വരുന്നത്. ആ ചാൻസ് ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ പിന്നെ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി, സിനിമ എന്താണെന്നുള്ളത് മനസ്സിലായി. പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എല്ലാ സിനിമ കാണും. അത് ഇന്ന സിനിമയെന്നില്ല, നമുക്ക് മുന്നിൽ ഏത് സിനിമയാണോ അവൈലബിൾ, ഇംഗ്ലീഷോ മലയാളമോ എന്താണെങ്കിലും ഞാൻ കാണും. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ട് ഒരു 6 വർഷം ഈ ഫീൽഡിൽ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്തിട്ടാണെങ്കിലും കുറച്ചൊക്കെ പരിചയം കിട്ടി. അന്ന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അവിടെ ഞാൻ ആദ്യം അസോസിയേറ്റ് ചെയ്ത വർക്ക്. അതിനുശേഷം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു ഡിഗ്രി പഠിക്കാനായിട്ട്. അപ്പം ഞാനത് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് എടുത്തത്. ഡിസ്റ്റൻ്റ് ആയിട്ട് എടുത്തതിനൊരു പിന്നിലൊരു കഥയുണ്ട്. അതെ, ആ കഥ ചോദിക്കാനുണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ഈ സിനിമയുടെ പേര് സ്ലീപ്പ് റൂം എന്നാണ്. അപ്പം സ്ലീപ്പ് റൂം ആയാലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും വരുന്ന എന്താണെന്ന് അറിയാമോ, ഹോം. കാരണം വീട് വിട്ട് ഇറങ്ങി വന്ന ഒരാളാണ് അബിത. വീട് വിടാൻ എന്താ കാരണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു ഭക്തിയുള്ളൊരു കുട്ടിയായിരുന്നു +2 വരെ. എന്നും പള്ളിയിൽ ഈശ്വരവിശ്വാസം. അതെ, എന്നും പള്ളിയിൽ പോവും. ടീച്ചർമാർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഭയങ്കര പ്രിയപ്പെട്ട അനുസരിക്കുക മാത്രം ചെയ്യുന്നൊരു കുട്ടി എന്ന ലെവൽ. കാരണം അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ടീച്ചേഴ്സ് പറയുന്നത് ചെയ്തില്ല, അല്ലെ പേരൻസ് പറയുന്നത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്യുന്ന കണക്കാണ് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. +2 ശേഷമാണ് ഞാൻ ശരിക്കും വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ ആ ഒരു 14 വർഷം ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അതിന് വെളിയിലേക്ക് ഞാൻ എങ്ങും പോകുന്നില്ല. കൂടുതൽ പോയാൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവും, അല്ലെങ്കിൽ പപ്പയുടെ അമ്മയുടെ കൂടെ അവിടെ ഫംഗ്ഷന് പോവും. ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് നിന്നത് ഡിഗ്രിക്ക് കോട്ടയത്ത് പോയി ജോയിൻ ചെയ്തപ്പോഴാണ്. അപ്പം പള്ളിയിൽ പോകാൻ മടിയായി. പിന്നെ എന്തിനാണ് ഞാൻ പള്ളിയിൽ പോകുന്നതെന്നുള്ള ചിന്ത വന്നു തുടങ്ങി. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പള്ളിയിൽ പോകാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടുകാർ ചോദിക്കുമല്ലോ, നീ എന്താ പള്ളിയിൽ പോകാതെ, എന്നും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന കൊച്ചല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, മടി. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഡിഗ്രി നിർത്തി വെച്ചിട്ട് ഞാൻ ഈ സിനിമയിൽ മാർഷൽ ആർട്ടിസ്റ്റായിട്ട് ആക്ട് ചെയ്യാൻ വന്നു. ആ ഒരു സമയത്ത് പപ്പയുടെ കൂടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം മാർഷൽ ആർട്ട് പഠിച്ചവരാണ്. അപ്പോൾ അവരും പ്രാക്ടീസ് ചെയ്യാൻ വരും. അതിൽ സോഷ്യലായിട്ട് ഇടപെടുന്ന 2-3 പേരുണ്ടായിരുന്നു. അതിലൊരാളാണ് മുജീബ് സെൻസായി. ആൾ മരണപ്പെട്ടു ഈ കഴിഞ്ഞ മാസം. അപ്പം അവരിരിക്കുന്ന ഒരു കോമൺ ടോക്ക് ഉണ്ട്. അപ്പം എനിക്കും വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും അവരുടെ ഇടയിൽ പോയിരിക്കും. മുതിർന്നവരിയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുരുട്ടടയ്ക്കാവുന്ന രീതിയിൽ പോയിരിക്കും അവിടെ. അപ്പം ഇവർ പറയുന്ന എന്തോ വലിയ കാര്യങ്ങൾ. അപ്പോൾ ഇവരിങ്ങനെ ചർച്ചയൊക്കെ നടത്തുമ്പോൾ ഞാനും ചോദിക്കും ഇതൊക്കെ എന്താ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, നീ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, നീ നമ്മുടെ ലോകത്ത് ജീവിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ കാണാനിടയായി, ജീസസ് വേഴ്സസ് ഹോറസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒരു യൂട്യൂബ് വീഡിയോ ആണ്, പുള്ളി വെറുതെ എടുത്ത് കാണിച്ചത്. ജീസസ് ജീവിക്കുന്നതിനും കുറേ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജീവിച്ച ആളാണ് ഹോറസ്. അയാളുടെ ഹിസ്റ്ററിയാണ് ജീസസിൻ്റെ കോപ്പിയായിട്ട് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഓടിക്കില്ലേ? എന്നിട്ട് അപ്പം എൻ്റെ കൂടെ പപ്പയുണ്ട്. അപ്പം നമ്മൾ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടാണല്ലോ ചെന്ന് കാണുന്നത്. അപ്പോൾ വീട്ടിൽ പോയി സ്വാഭാവികമായിട്ട് ഇത് ചോദിക്കും. വീട്ടിൽ പോയി ചോദിക്കുമ്പം അവർ വല്ലാണ്ടാവും. അമ്മയുടെ അടുത്തൊക്കെ പോയി ചോദിക്കും. അപ്പം അമ്മയുടെ അടുത്ത് പറയുമ്പോൾ അമ്മ ഇതൊന്നും നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യമല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നീ എന്തോ പറയുന്നത്, അത് ദൈവവിശ്വാസത്തിനെതിരായിട്ട് സംസാരിക്കുന്നു. പിന്നെ നോർമലി ആ ഒരു സാധനം മനസ്സിൽ കിടന്ന് പിന്നെ പള്ളിയിൽ പോകുമ്പോഴും ആരടുത്തേലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരടുത്തേലും ചോദിക്കാൻ പറ്റുവാണെങ്കിൽ ചോദിക്കും. അപ്പോൾ അവരും നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയേ, ആവില്ല. എനിക്ക് മാറ്റമൊന്നും പറ്റിയിട്ടില്ല, എനിക്ക് സംശയമാണുണ്ട്, അത് ഞാൻ ചോദിച്ചു. ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ ഉണ്ടായി, അതിങ്ങനെ കിടന്നിട്ട് പിന്നെ എസൻസിലുണ്ടായിരുന്ന 2-3 പേരുടെ ടോക്കുകൾ കാണാനിടയായി. അങ്ങനെ കണ്ടിട്ട് എനിക്കെന്തോ പറ്റാത്ത കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തോ നോർമലായിട്ടുള്ള കാര്യമല്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ട് ഞാൻ പള്ളിയിൽ പോകുന്നതും കുരിശ് വരയ്ക്കുന്നതൊക്കെ നിർത്തി. അത് വൻ വിഷയമായിരുന്നു. അതെ, തനി ഭാഷയിൽ പറഞ്ഞാൽ വഴിപിഴച്ച കുട്ടിയായി മാറി. എന്നിട്ട് എങ്ങനെയാ സാഹചര്യം ഭയങ്കര ഫൈറ്റിലേക്ക് വരുന്നത് എങ്ങനെയാ? ആ വീട്ടിൽ സ്വാഭാവികമായിട്ടും വഴക്കാവുമല്ലോ. കാരണം പേരൻസ് നോക്കുമ്പോൾ ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലായിരുന്ന കുട്ടി ഇപ്പതാ കുരിശ് വരയ്ക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. ഒരു സിനിമയിൽ വന്ന് കയറി അവളെല്ലാം തൊലച്ചു. സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ് അവളുടെ പ്രശ്നം. അവൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അത് സിനിമയെ കൂടെ കണക്ട് ചെയ്തത് അതിനകത്തേക്ക്. കാരണം ഞാനിപ്പോൾ സിനിമകൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്, സിനിമയിൽ വർക്ക് ചെയ്യാൻ കയറുന്നുണ്ട്. അപ്പോൾ എൻ്റെ താല്പര്യങ്ങൾ അതിനകത്തേക്കായി. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഉപേക്ഷിച്ചു. അപ്പോൾ അങ്ങനെ വന്ന്
നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, റിലേറ്റീവ്സ് ചോദിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, കാരണം ഇത്രയും നാളും ഇങ്ങനൊന്നും അല്ലാണ്ട് കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുമല്ലോ. പക്ഷെ അതെൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും വീട്ടിലുള്ളവർക്കും വലിയൊരു ടെൻഷനായി. അവർ എന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ്. പക്ഷേ വെളിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് കാരണം ഇവർക്കും ടെൻഷനായി. ഇവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പം ഇവർ വന്ന് എന്നെ നിർബന്ധിക്കുന്നു, ഇതൊക്കെ ചെയ്യുക, അവരോട് പള്ളി. ഞാൻ പറഞ്ഞില്ല, ഞാൻ പള്ളി വരത്തില്ല, എനിക്ക് പറ്റത്തില്ല. അങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഞാൻ പറയാൻ തുടങ്ങിയ സമയം തൊട്ടാണ് വീട്ടിൽ വഴക്കുകൾ ഉണ്ടായി തുടങ്ങുന്നത് പേരൻസുമായിട്ട്. അതിന് മുന്നേ ഒന്നും ഞാൻ ആരുടെ അടുത്തും ഡീൽ ചെയ്യാൻ പറ്റാത്ത വഴക്കായി മാറി. നല്ല വഴക്കായി. അപ്പം ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും കൂടുതൽ ടെൻഷൻ ആവത്തുള്ളൂ. അപ്പം എത്ര വയസ്സായിരുന്നു? അന്ന് എനിക്ക് 18 വയസ്സ്. 18 വയസ്സ്, വളരെ നല്ല പ്രായം. എന്നിട്ട് എങ്ങനെയാ തീരുമാനിച്ചത്? കാരണം ഇനി ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഒരു പോയിന്റിൽ വഷളായി തുടങ്ങും. കാരണം അങ്ങനെയുള്ള ചില ഇൻസിഡൻസ് വീട്ടിലുണ്ടായി. അപ്പം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നാട്ടുകാരോട് വീടും, റിലേറ്റീവ്സ് ഓൾറെഡി അപ്പത്തെ എൻ്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ബെറ്റർ ഇവിടുന്ന് മാറാം, എന്തായാലും ഞാൻ ഡിഗ്രി പഠിക്കണം. ആ മൂവി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇനി ബെറ്റർ വേറൊന്നും നോക്കാതെ ഇവിടുന്ന് എവിടേക്ക് നാട് വിടുക എന്നതായിരുന്നു. എവിടോട്ടെങ്കിലും പോയി എന്തെങ്കിലും പഠിച്ച് അപ്പോൾ വല്ലപ്പോഴും വീട്ടിൽ വന്നാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി തിരിച്ച് വീട്ടിലേക്ക് ഇല്ല എന്നുള്ള ഇതിലാണ് ഞാൻ ഇറങ്ങുന്നത്. സിനിമയുടെ പ്രിവ്യൂവിന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അതൊക്കെ അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഈ ഇറങ്ങാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് എത്തുന്നത്, സിനിമ നിന്ന് പോയല്ലോ, അപ്പോൾ ഇനി എന്തായാലും ഡിഗ്രി തന്നെ നോക്കുക. അപ്പം ഒന്നെങ്കിൽ വീടിനടുത്തുള്ള എവിടെയെങ്കിലും, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീടിനടുത്തുള്ള എവിടെയെങ്കിലും. അതാകുമ്പം ആ വീട്ടിൽ നിന്ന് പോയി വരാം, അല്ല എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് പോയി വരാം. പറ്റില്ല, കോട്ടയം ഇടുക്കി ജില്ല ഞാൻ നോക്കില്ല, കോളേജൊന്നും ഞാൻ നോക്കില്ല. അപ്പം ഞാൻ എന്നിട്ട് ട്രിവാൻഡ്രത്ത് ഡിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ആപ്ലിക്കേഷൻ അവർ ചെക്കെല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് അഡ്മിഷൻ കിട്ടാറായപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ BA സോഷ്യോളജി എടുത്തു, ഡിസ്റ്റൻ്റ് ആയിട്ടാണ്, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പോവും. ഇതാണ് ഞാൻ അവസാനമായിട്ട് വീട്ടിൽ പറയുന്നത്. അല്ലാതെ ഈ പ്രൊസീജിയേഴ്സ് ഒന്നും നടന്നതൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവർ വേറൊന്നും പറഞ്ഞില്ല, കൊണ്ടാക്കാം, ഹോസ്റ്റലിൽ കൊണ്ടാക്കാം. അങ്ങനെ അവരെൻ്റെ കൂടെ വന്നു. ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഹോസ്റ്റൽ കണ്ടുപിടിച്ചു, അവിടെ എന്നെ ആക്കി അവർ തിരിച്ചു പോയി. പക്ഷെ ഇതിലും തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വാർഡൻ എൻ്റെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതോ ഒരു ആൻറ്റിയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അത്, വീട്ടുകാർക്കും അറിയില്ല. ഞാൻ അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വാർഡൻ ഇല്ല അവിടെ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് എവിടെയാണ്, നാട് എവിടെയാണ്, വീട്ടുകാർ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഏറ്റവും അവസാനമാണ് അവർ പറയുന്നത്, ഞാൻ നിന്റെ ആൻറ്റിയാ കേട്ടോ. അതെ, ഞാനിത് വീട്ടിൽ പറഞ്ഞവർക്ക് അവർക്ക് ഭയങ്കര സന്തോഷം. ഇനി എന്ത് വേണം, ആൻറ്റി ഉണ്ടല്ലോ, നോക്കുക, അവൾ എനിക്ക് ഇനി ഒന്നും പറ്റില്ല. അങ്ങനെ ഞാൻ 1 മാസം ട്രിവാൻഡ്രത്ത് നിന്നു. ക്ലാസ് തുടങ്ങി ഡിസ്റ്റൻ്റ് ആയിട്ട്. സാറ്റർഡേ സൺഡേ മാത്രമേ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നത് എനിക്ക് അത്ര നല്ലതല്ലായിരുന്നു. കാരണം ആൻറ്റിയൊന്നും വന്നിട്ട് രാവിലെ എനിക്ക് പള്ളിയിൽ പോകും, കുരിശടിക്കുക, അതൊക്കെ പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് പോവാം, എനിക്ക് പാർട്ട് ടൈമായിട്ട് എന്തായാലും ജോലിയും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ കൊല്ലത്തേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. കൊല്ലത്ത് നിന്ന സമയത്താണ് ഞാൻ പാർട്ട് ടൈമായിട്ട് SLR സിനിമയുടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തു. അപ്പം കുറേ പേരുടെ ഇൻ്റർവ്യൂസ് എനിക്ക് പോയി എടുക്കാൻ പറ്റി. സുധീർ സാറ്, മൈത്രയൻ, അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് ആദ്യം അസിസ്റ്റ് ചെയ്തു, പിന്നെ ഞാൻ പോയി എടുത്തു തുടങ്ങി. ചെറിയ രീതിയിലുള്ള എഡിറ്റിംഗ് പഠിച്ചു. മെയിനായിട്ട് ഡിറക്ഷനിലേക്ക് വന്നു. ഞാൻ അതുവരെ എനിക്കൊരു കറക്റ്റ് ഒരു പോയിന്റ് ഇല്ലായിരുന്നു ഡിറക്ഷൻ എന്നുള്ളത്. പണ്ട് തൊട്ടേ ഫോട്ടോഗ്രാഫി മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ക്യാമറ കാണുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും പിടിച്ചൊന്ന് പണിയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ സ്റ്റുഡിയോയിൽ ഒരു FS700 ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പണിയെല്ലാം ആദ്യമേ തന്നെ പഠിച്ചു. ഇതെടുക്കാനും, ഷോട്ട് എടുക്കാനും, ഇൻ്റർവ്യൂസ് എടുക്കാനും, അത് ക്യാപ്ചർ ചെയ്ത് കോപ്പി ചെയ്ത് എഡിറ്റ് ചെയ്യാനൊക്കെ. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞ് അവിടെ ഒരു വെബ് സീരീസ് ഉണ്ട്, പോലീസ് സ്റ്റോറി 2.0 എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് അവർ ഓൾറെഡി നേരത്തെ ചെയ്തു വെച്ചിരുന്നു. അത് ഇറക്കാനൊന്നും പറ്റിയില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് കണ്ടിട്ട് ഇതിനെ എഡിറ്റ് ചെയ്ത് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതൊരു കുഞ്ഞൊരു സിനിമയാക്കിയാണ് അവർ ചെയ്തു വെച്ചത്. അപ്പം ഞാൻ അത് നമുക്ക് സിനിമയായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വീണ്ടും കണ്ട് ഞാനത് റീ എഡിറ്റ് ചെയ്ത് ഓരോ 10 മിനിറ്റുള്ള എപ്പിസോഡാക്കി മാറ്റി. അപ്പോൾ അതാണ് അതെ. അപ്പം
അത് ഞാൻ അവിടെ വരുന്നതിന് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ വീണ്ടും കണ്ട് റീ എഡിറ്റ് ചെയ്ത് 10 മിനിറ്റ് എപ്പിസോഡാക്കി എനിക്ക് തോന്നുന്നു 6-7 എപ്പിസോഡാക്കി റിലീസ് ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ ഫുൾ ഫ്ലെഡ്ജായിട്ട് എഡിറ്റും ഡയറക്ഷനും ഒക്കെ കൂടി ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ കുറച്ചുകൂടെ വലുതായിട്ട് നമ്മൾ എപ്പിസോഡ് വൈസ് തന്നെ ഷൂട്ട് ചെയ്തു. ഈ സിനുവിനെ കണ്ടുമുട്ടുന്നത് എപ്പോഴാണ്? ഇത് പിന്നെ ഒരു സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഗതി വന്നല്ലോ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലടിയുണ്ടാക്കി പുറത്തടിയുണ്ടാക്കി തുടങ്ങുന്നൊരു ഫേസ് ഉണ്ടല്ലോ, അതാണല്ലോ ശരിക്കുള്ള ഫേസ്. ആ ഫേസിൽ ചില വിവാദങ്ങളിലൊക്കെ പൊങ്ങി വന്നിട്ട് ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ എങ്ങനെ സ്കേർഡ് ആയിരുന്നോ, അതെ ഭയങ്കര എനർജി ആയിരുന്നോ? സംഭവങ്ങൾ പറയും. അല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഒരു റിബലായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയുക, അല്ല അടിയുണ്ടാക്കുക, ആ ഒരു മൂഡായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഞാൻ ക്ലോസ് ടു ഹാർട്ടായിട്ട് വെച്ചിരുന്നവരൊക്കെ ഞാൻ അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്ന ആ ഒരൊറ്റ കാരണത്താൽ അവർക്കെല്ലാം ഞാൻ വേറെ ഏതോ ഒരു അന്യയായി മാറി. അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു. കാരണം പലരും പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പേര് എൻ്റെ ഡയറിയിൽ ഫസ്റ്റ് ആയിരുന്നു, അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നു നീ എനിക്ക്, ഇപ്പം നീ അങ്ങനെ അല്ല, നിൻ്റെ പേര് ഞാൻ എൻ്റെ ഡയറിയിൽ നിന്ന് വെട്ടി എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ എന്താ ചെയ്തേ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് തോന്നിയ കാര്യം അത് ഞാൻ ചെയ്യുന്നില്ല, പറഞ്ഞു, അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ തെറ്റൊന്നും തോന്നുന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നെ ഇവരിങ്ങനെ ഹെയ്റ്റ് ചെയ്യുന്നത്, വെറുക്കുന്നത്? അത് റിലേറ്റീവ്സ് ഉണ്ട്, എൻ്റെ ടീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ പറഞ്ഞ ടീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ എനിക്ക് ആ ടൈമിൽ ഭയങ്കര, കാരണം ഒരു സപ്പോർട്ടും ഇല്ല എനിക്ക് ആ സമയത്ത്. എനിക്കിതൊന്ന് പറയാൻ, അല്ലെങ്കിൽ ആരുടെ അടുത്തേലും ഒന്ന് പോയി പറയാൻ, അല്ലെങ്കിൽ തിരിച്ചൊന്ന് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പം ആരെന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയും. അതിന് എന്താണെങ്കിലും ആ സമയത്ത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വന്ന് എന്നെ കൂട്ടിയിരുത്തി സംസാരിക്കുകയൊക്കെ ചെയ്തു. പറഞ്ഞു, പറ്റത്തില്ല, നിങ്ങൾ വേണമെന്നില്ല, ഞാൻ ഇറങ്ങിപ്പോവും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊല്ലത്തേക്ക് വരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ ശരിക്കും എസൻസ് എന്ന സംഘടനയിൽ, അപ്പം ആ സമയത്ത് ടോട്ടലി ദൈവവിശ്വാസം വിട്ടിരുന്നല്ലോ. അപ്പം അങ്ങനെ ഈ ഒരു യുക്തിവാദി സംഘടനയിൽ പല മീറ്റിങ്സ് പല സ്ഥലത്തായിട്ട് നടക്കുന്നതാണ് എസൻസിൻ്റെ. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെന്നൊന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്നത്. അങ്ങനെ പല പ്രോഗ്രാമുകളിലും പോയി അവിടുത്തെ പലരുടെയും ടോക്കുകൾ കേട്ടു. രവിചന്ദ്രൻ, വൈശാഖൻ തമ്പി, മൈത്രയൻ, അങ്ങനെ കുറേ പേരുടെ ടോക്കുകൾ കേട്ടു. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് അവരെൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്കൊരു പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഞാൻ ആ ടൈം ഫുൾ കൊല്ലത്ത് നിൽക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് പോകണേ ഇല്ല, എനിക്ക് താല്പര്യമില്ല. പിന്നെ ഉള്ളൊരു പ്രത്യേകത പറയുന്നത്, വീട് വിട്ടിറങ്ങിയതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയത്, ഞാനൊരു മെയ് 21-ാം തീയതിയാണ് 2019 മെയ് 21 കൂടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങിയതിൻ്റെ പിറ്റേന്ന് എൻ്റെ വീട് പൊളിച്ചു. അതായത് ഞാനൊരു പഴയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു 10-30ഓളം വർഷം പഴക്കമുള്ള വീടാണ്, പപ്പായ കുടുംബ വീടായിരുന്നത്. അപ്പോൾ ആ വീട് പൊളിക്കും, പണിയാനായിട്ട്. കാരണം ചോർച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്, അത് പൊളിച്ച് പണിയണം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിനി വേറെ വീട് കാണണ്ട, ഞാൻ വളർന്നത് ഈ വീട്ടിലാണ്. അപ്പം ഇത്രയും സാഹചര്യങ്ങളെല്ലാം കൂടെ ഉണ്ടായതുകൊണ്ട് ഇത് പൊളിക്കുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം കൂടെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ച് പോവില്ല, ഞാൻ ആര് ചോദിച്ചാലും ഞാൻ പോവില്ല, എനിക്ക് വയ്യ പോവാൻ. പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ വഴക്കുകളുണ്ടാവും. എന്താ ദൂരത്തായിരിക്കുമ്പോൾ വഴക്കുണ്ടാവില്ല, അമ്മയാണെങ്കിലും പപ്പയാണെങ്കിലും വിളിച്ച് എങ്ങനെയുണ്ട്, ഫുഡ് കഴിച്ചോ, അങ്ങനെ അന്വേഷിക്കും. അപ്പോൾ ഒരു സ്നേഹം അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. വെറുതെ വീട്ടിൽ ചെന്ന് അലമ്പാക്കുന്നത് എന്തിനാ? നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നാട്ടുകാരത് കാണും. അപ്പം നാട്ടുകാർ ചോദിക്കും, മോൾക്ക് ഇപ്പം എങ്ങനെയുണ്ട്, അസുഖം കുറവുണ്ടോ? അപ്പൊ വീണ്ടും വീട്ടുകാർക്ക് വല്ലാണ്ടാവും. അവരെൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ തിരിച്ചു പറയും, വെറുതെ എന്തിനാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു ഞാൻ വീട് വിട്ടിറങ്ങിയ സമയത്ത്. പിന്നെ കൊല്ലത്ത് വന്ന് ഈ എസൻസ് എന്ന സംഘടനയിൽ പല മീറ്റിങ്ങുകളും പോയി അവരെൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പം ഞാൻ പിന്നെന്താ ചെയ്യാം, അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ പ്രസൻറ്റേഷൻ ചെയ്യാമെന്ന് അവരുടെ അടുത്ത് പറയുന്നത്. എൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും വാട്ടർ സ്കേഴ്സിറ്റിയെ പറ്റിയായിരുന്നു. അപ്പോൾ ഈ എസൻസ് എന്ന സംഘടനയിൽ വരുന്ന എല്ലാ പ്രസൻറ്റേഷനും ഈശ്വരവിശ്വാസത്തിൻ്റെ എതിർത്ത് പറയുന്നല്ല, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും സയൻസും സൈക്കോളജി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ സെലക്ട് ചെയ്താണ് വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ്. ഞാൻ അതിനെപ്പറ്റി ഒരു 1 hour ഒരു എനിക്ക് തോന്നുന്നു ഒരു ജനുവരി ടൈമിൽ 2020 ജനുവരി ടൈമിൽ എപ്പോഴാണ് ആ പ്രസൻറ്റേഷൻ കൊല്ലത്ത് വെച്ച് നടക്കുന്ന ലയൺസ് ക്ലബ്ബിൽ. അത് സംസാരിച്ച് എൻ്റെ പ്രസൻറ്റേഷൻ്റെ ഏറ്റവും അവസാനം, ഇതൊരു യുക്തിവാദി സംഘടനയാണല്ലോ, അപ്പോൾ വരുന്നവർ ആ ഒരു ചൈവുള്ളവരാണല്ലോ. അപ്പം
ഇതിൻ്റെ പ്രസൻറ്റേഷൻ്റെ ഏറ്റവും അവസാനം ഒന്ന് കൂളാക്കാൻ വേണ്ടി അന്ന് രാവിലെ എനിക്ക് ഫോണിൽ വന്നൊരു മെസ്സേജും കൂടെ വായിക്കാം എന്ന് തീരുമാനിച്ചിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. പ്രസൻറ്റേഷൻ കഴിഞ്ഞു. അവരെൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം ഏറ്റവും അവസാനം ആണ് ഞാൻ ഈ ഒരു മെസ്സേജ് വായിക്കുന്നത്. ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം ഇത്രേ ഉള്ളൂ: പണ്ട് കാലത്തുണ്ടായിരുന്ന ദൈവങ്ങൾ ഇപ്പം ജീവിച്ചാൽ അവർക്ക് എന്താണ് സംഭവിക്കുക? അത് നോർമലി നമുക്ക് ലോജിക്കലി ചിന്തിക്കുമ്പോൾ എന്താണോ സംഭവിക്കുക അത് മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. ഇത് പ്രസൻറ്റേഷൻ കഴിഞ്ഞു, ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് 1 മാസമായി, വേറെ ഒന്നും സംഭവിക്കില്ല. ആ പ്രസൻറ്റേഷൻ അവർ പറഞ്ഞത് യൂട്യൂബിലിടും. ഞാൻ പറഞ്ഞിട്ടോ, അങ്ങനത്തൊന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് യൂട്യൂബിൽ വന്ന് 1 or 2 ശേഷത്തിന് ശേഷം പിന്നെ ഉണ്ടായ പുകിലൊന്നും പറയാൻ പറ്റാത്തതാണ്. കാരണം ആ ഒരു മെസ്സേജ് മാത്രം കട്ട് ചെയ്തിട്ട് ആരൊക്കെയോ എവിടേക്കോ ഷെയർ ചെയ്തു. അതിന് തൊട്ട് മുന്നിൽ ഞാൻ പറയുന്നുണ്ട് എനിക്കിന്ന് രാവിലെ വന്ന മെസ്സേജാണ് ഇതെന്നുള്ളത്. പക്ഷെ അതൊന്നും അവർ ഉൾപ്പെടുത്താതെ മെസ്സേജ് വായിക്കുന്നത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് പല സ്ഥലങ്ങളിൽ ഷെയർ ചെയ്തു. അപ്പം ഞാൻ പരസ്യമായിട്ട് ദൈവവിശ്വാസത്തിനെതിരെ, അതൊരു മതത്തിനല്ല കേട്ടോ, എല്ലാ മതത്തിനെയും കാടടച്ച് പറയുന്ന ഒരാളായി മാറി. അപ്പോൾ പെട്ടെന്ന് എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം ത്രട്ടൻ കോളുകൾ വരുന്നു. അപ്പം ഞാൻ ശരിക്കും ഞാൻ നിന്ന വീട്ടിലെ ആൻറ്റിയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ആൻറ്റിക്ക് ഒരു സർജറിയൊക്കെ ആയിട്ട്. അപ്പം നൈറ്റ് ടൈം ഞാൻ ആൻറ്റിയുടെ കൂടെ നിൽക്കുന്ന സമയത്താണ് പപ്പ എന്നെ വിളിച്ചിട്ട് നീ അത്യാവശ്യമായിട്ട് വീട്ടിൽ വരണം. ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ? ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുക. അല്ല നീ വരണം, നീ നാളെ തന്നെ വരണം, റെഡിയായി നിന്നോ, നീ ഒറ്റയ്ക്ക് ഇറങ്ങണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരാം, ഇതെന്താ സംഭവിച്ചത്? അപ്പോഴും ഞാൻ അറിയുന്നില്ല എന്താ വിഷയം എന്നുള്ളത്. പപ്പയാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനൊരു വിഷയമുണ്ട്. പപ്പായെ പലരും വിളിച്ചു, ആരാണെന്ന് അറിയില്ല, ആരൊക്കെയോ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്, നിന്നെ കൊല്ലും എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് നീ അവിടെ നിൽക്കേണ്ട, വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവർ നേരം വെളുക്കുന്നതിന് മുന്നേ ഇറങ്ങി വീട്ടിൽ നിന്ന്. പക്ഷെ അവർ വരുന്നതിന് മുന്നേ എനിക്ക് പോകണമല്ലോ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ റെഡിയായി ഞാൻ ഇറങ്ങി അടൂർ എത്തിയപ്പോൾ അവരും എന്നെ വിളിച്ച് അവർ അടൂരുണ്ട്, നീ ഇനി ബസ്സിൽ പോകണ്ട, കാറിൽ വാന്ന് പറഞ്ഞു എന്നെ നേരെ വീട്ടിലേക്ക് ആണെന്ന് പറഞ്ഞാണ്. പക്ഷെ ഞങ്ങൾ നേരെ പോയത് തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടുത്തെ CA ആയിട്ട് സംസാരിച്ചു. അപ്പം പുള്ളി പറഞ്ഞു മതവികാരം വ്രണപ്പെടുത്തി എന്ന കുറ്റമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരാൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ കേസാവും. പക്ഷെ ഇപ്പം ഇത് അവിടെ വരെ ഒന്നും എത്തിയിട്ടില്ല, ഇനി അവിടെ വരെ എത്തിക്കരുത്, ഇനി ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു 4 മണിക്കൂറോളം 3 മണിക്കൂറോളം സ്റ്റേഷനിൽ ഇരുത്തി സംസാരിച്ചു. ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്, ആരെങ്കിലും എൻ്റെ പുറകിലുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പുള്ളി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത്, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ വിഷയമേ ഇതല്ല, ഞാൻ പ്രസൻറ്റേഷൻ നടത്തിയത് നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഈ മെസ്സേജിന് തൊട്ട് മുന്നേ ഞാൻ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. പിന്നെ എന്തിനാണ് നിങ്ങൾ, അല്ല നിൻ്റെ ഫാമിലിക്കെല്ലാം പ്രശ്നമാകുന്ന കാര്യമാണ്, നീ ഇനി ഇത് ചെയ്യരുത്, ഇനി ആ സംഘടനയിൽ അങ്ങനെ പ്രവർത്തിക്കരുത്, ഇനി വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച വീട്ടിലായിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ വിട്ടിട്ടില്ല. ഈ ഒരാഴ്ച വീട്ടിലിരിക്കുന്ന സമയത്താണ് കുറച്ച് ആൾക്കാർ വീട്ടിൽ വന്നിട്ട് എന്നെ വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറയുന്നു അവരുടെ മകളായിരുന്നു ഞാനെങ്കിൽ കുരുടാൻ കൊടുത്തുമായിരുന്നു എന്ന് വരെ പറഞ്ഞു. ആ ഒരു പോയിന്റിൽ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഇറങ്ങുകയാണ്, എനിക്ക് വയ്യ ഇവിടെ നിൽക്കാൻ, ഞാൻ പോവാണ്, ഞാൻ നിങ്ങളെ കാണാൻ വരും, എനിക്ക് നിങ്ങളെ കാണുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ടെൻഷനാണ്, പക്ഷേ ഫുൾ ടൈം ഒന്നും ഞാൻ ഇനി ഇവിടെ ഉണ്ടാവില്ല, വല്ലപ്പോഴും വരാം എന്ന് പറഞ്ഞിട്ടാണ് ആ വന്ന് സംസാരിച്ചവർ ഇറങ്ങിയതിൻ്റെ പുറകെ തന്നെ ഞാൻ ബാഗ് എടുത്തിറങ്ങി ആ ഇറക്കം ഇങ്ങനെ ഇപ്പൊ സ്ലീപ്പ് റൂമിലെത്തി. സ്ലീപ്പ് റൂമില് ആ തീവ്രവാദിയായിട്ട് അഭിനയിക്കുന്ന അയാള് ഇടയ്ക്ക് മറ്റേയാളെ കൊല്ലു എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, വല്ലാത്തൊരു ജീവിതമാണല്ലേ ചോദിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട്, കാരണം അയാൾ വലിയ കാര്യമായിട്ടാണ് പറയുന്നത് മറ്റേയാളെ കൊല്ലുന്നു. തീവ്രവാദത്തിൽ കൊല്ലുന്നൊക്കെ പറയുന്നത് അയാൾ ശരിക്കും വിശ്വസിക്കുന്നുള്ളത് ഭ്രാന്താണ് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഈ പെൺകുട്ടി അതിനെ കാണുന്നത് വല്ലാത്തൊരു ജീവിതമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് രസമുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ, കോൺട്രാസ്റ്റ്. അത് അപ്പൊ ഞാൻ ഓർത്തു, ആ കൊള്ളാലോ, പെങ്കൊച്ച് കൊള്ളാലോ. അല്ല ഈ ഇതിനകത്ത് മതവിമർശനത്തെ ആ തരത്തിൽ സ്ലൈറ്റായിട്ടൊക്കെ ഭയങ്കര ലൈറ്റായിട്ടൊക്കെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ സ്ത്രീകളുടെ ജീവിതത്തിന്റെ ആസ്പെക്ട്സ് പറയുമ്പോൾ
സെക്സ് വർക്കേഴ്സിന്റെ കഥയും കൂടെയാണ് പറയുന്നത്. പക്ഷേ ഇത് പറയുന്നതിനൊക്കെ ധൈര്യം ആൾക്കാർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ സംസാരിക്കുന്ന ലാംഗ്വേജിൽ ചീത്ത എന്ന് പറയുന്നത് പച്ചയ്ക്ക് തന്നെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് മുന്നിൽ ചുരുളി എന്ന് പറയുന്ന ഉദാഹരണം ഉണ്ടെങ്കിലും സാധാരണ സിനിമകൾ ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ സാധാരണ സബ്ജക്റ്റ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും ചീത്ത എങ്ങനെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. പലപ്പോഴും അത് ഒളിച്ചൊക്കെ കാണിക്കാം എന്നുള്ള രീതിയിലാണ് കമേഴ്സ്യൽ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ തന്നെ കാണിക്കാമെന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ ധൈര്യം. അപ്പം ഞാൻ വിചാരിച്ചു അബിത ഇത്രയും വളർന്നോ, എങ്ങനെയാണ് ഈ ചീത്തയൊക്കെ ഇങ്ങനെ പ്രയോഗിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി എന്നുള്ളത്. ശരിക്കും ഈ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് ഞാൻ സാറിൻ്റെയും കൊടുത്തിട്ട് സാർ സ്ക്രിപ്റ്റ് എഴുതി തരുമ്പം ഈ ഒരു ചീത്ത കണ്ടിട്ട് ഞാനും ഒന്ന് നിന്നു. ഇത് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പക്ഷേ ഇത് നമുക്കിത് വെളിയിൽ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ടെൻഷനായിരുന്നു. കാരണം നമ്മൾ ചെയ്തിട്ട് അവർ കട്ട് ചെയ്ത് കളയും. സെൻസറിങ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മുടെ കേരളം ഇന്ത്യയും. ഇത് നോർമലി അവർ ഉപയോഗിക്കുന്ന ചീത്തയാണ്. പിന്നെ എനിക്ക് ഈ ചീത്തകൾ ആദ്യം കണ്ടപ്പോൾ ഓർമ്മ വന്നത് ആ വീഡിയോ, എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന ചീത്തകളാണ്. ഇതിലും മോശമായിരുന്നു. അതിൽ വീട്ടുകാരെല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും പിന്നെ എനിക്ക് ഈ സ്റ്റോറിയുടെ ഒരു ടാഗ് ലൈൻ കിട്ടി. ഇത് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ട് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് നളിനി ജമീല മാമിനെയാണ്. അപ്പം മാമാണ് ഇതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും ക്ലയൻസിൻ്റെ കാര്യവും പല തരത്തിലുള്ള വർക്കേഴ്സ് ഉണ്ടെന്ന് പോലും പറഞ്ഞത്. അപ്പം അതിൽ ചിലർ ഭയങ്കര ഹാർഷായിട്ടായിരിക്കും ഇടപെടുന്നത്, പക്ഷെ ചിലർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ചിലർ ഭയങ്കര സട്ടിലായിട്ട് ഇടപെടുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ മാം ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുന്നു. സെയിം ടൈം തന്നെ ഞങ്ങൾ ലൊക്കേഷൻ നോക്കാനൊക്കെ ആയിട്ട് കൊല്ലത്തുള്ള വലിയൊരു കോളനിയാണത്. എനിക്ക് തോന്നുന്നു ഒരു 500ഓളം കുടുംബങ്ങൾ ഒരു ചെറിയൊരു സ്ഥലത്തൊരു നീളത്തിലുള്ള ഒരു കുടിലിനകത്ത് ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ വർക്കേഴ്സ് ഉണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഇതാണ്. നമ്മൾ ചുമ്മാ അവിടെ സ്ഥലം നമുക്ക് അങ്ങനെ ആ ചേരിയിൽ കയറാൻ പറ്റത്തില്ല. ആ ചേരിയിലുള്ള ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മിക്ക ദിവസം അവിടെ തല്ലുവഴക്കും കുത്തൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ആ ചേരിയിലൂടെ നടക്കുമ്പം നമുക്ക് കേൾക്കാൻ പറ്റും ഇങ്ങനത്തെ ഉള്ള ഡയലോഗ്സ്. അവരത് കോമൺ ആയിട്ട് വിളിക്കുന്നതാണ്. അതിന് പ്രായം എന്നില്ല. ചെറിയ ആൾക്കാരോട്ട് വലിയ ആൾക്കാർ വരെ കോമൺ ആയിട്ട് ചിലപ്പോൾ സംസാരിക്കുന്നത് പോലും ഇങ്ങനായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങളവിടെ പേടിച്ചാണ് നിൽക്കുന്നത്. അപ്പം സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഇരുന്നപ്പോഴും എല്ലാവരും ചോദിച്ചു ഈ ചീത്തവിളി. അപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ പറയും ഇതവർ നോർമലി ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ്. കൂടെ ഉള്ള ഒരാളിനെ വന്ന് ഇത്ര ഉപദ്രവിച്ചിട്ട് പോകുന്ന ആളിനെ പിന്നെ എന്ത് അവർ വിളിക്കും? കാരണം അവരത്രയും സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ തന്നെ കാണിക്കണം. അത് ഒന്നും കോംപ്രമൈസ് ചെയ്യാനില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ സ്ക്രിപ്റ്റ് എഴുതിയ ആളും പറഞ്ഞത് കട്ട് ചെയ്യാൻ ആവശ്യമില്ല, അത് പച്ചയായിട്ടുള്ള കാര്യമാണ്, നമ്മൾ എന്തിനാണ് അതിനെ വേണ്ടാന്ന് വയ്ക്കുന്നത്. അതേപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചേ, ഈ റൂമിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്, അവളുടെ ചലനങ്ങളുണ്ട്. പക്ഷെ അവളധികം ഡയലോഗ്സ് ഒന്നും പറയുന്നില്ലെങ്കിലും ഈ പുറത്ത് ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നെടുനീളൻ സ്ക്രിപ്റ്റുകളാണ് അവിടെ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ ലൈഫിനെ നിങ്ങൾ ഓഡിയോ വഴിയാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നത്. അപ്പം അതാണ് ശരിക്കുള്ള സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം സ്ക്രിപ്റ്റിലല്ല ക്യാമറ വെച്ചിരിക്കുന്നത്, ക്യാമറ ഇപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവളുടെ ആക്ടിവിറ്റീസ് നമ്മൾ കാണുന്ന സമയത്തും ആ സ്ക്രിപ്റ്റും ആ ജീവിതവും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അതൊരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് അങ്ങനെ തന്നെ ആണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്? അതെ, എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുമ്പം ഈ ആക്ടേഴ്സിനെല്ലാം വിളിച്ചിരുത്തി റീഡ് ചെയ്യുമ്പോൾ അവരെല്ലാം പറയുന്നുണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ. നമ്മൾ സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുമ്പോൾ നമ്മളിത് പറയുമല്ലോ, ഇത് വെളിയിൽ നടക്കുന്ന സംഭവം, ഇതകത്ത് നടക്കുന്ന സംഭവം. പക്ഷേ ഇത് നമ്മൾ സിനിമയാക്കുമ്പം കാണുന്ന ഓഡിയൻസിന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ അവർ നമ്മൾ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ടേ മുമ്പേ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ശരിക്കും ലൈഫ് എന്ന് പറയുന്നത് ആ ചേരിയാണ്, ആ റൂം മാത്രമല്ല. ആ റൂമിൽ നമ്മൾ 2 പേരുടെ ജീവിതം മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കി ലൈഫ് മൊത്തം ചേരിയിൽ കിടക്കുക. പക്ഷെ നമുക്ക് പരിമിതികളുള്ളതുകൊണ്ട് ആ ചേരി അതേപോലെ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ശബ്ദ കഥാപാത്രങ്ങളിലൂടെ എങ്കിലും നമ്മൾ ആ ചേരിനെ ലൈവാക്കി നിർത്തിയില്ലെങ്കിൽ ജസ്റ്റ് ഈ റൂമിൽ നടക്കുന്ന എന്തെങ്കിലും 2 സംഭവങ്ങളായിട്ടത് ആ സിനിമ തീരും. അപ്പം അത് മാത്രം പോരാ, ആ സിനിമയെ ലൈവായിട്ട് നിർത്തുന്നത് ആ വെളിയിലുള്ള കഥാപാത്രങ്ങളാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചാണ് നമ്മൾ ഓരോ സീനിലും ഗ്യാപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ചേരിയിലുള്ള എന്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഷൂട്ടിന് ശേഷം കുറേ വർക്ക് നടന്നിട്ടുണ്ട്. ഷൂട്ടിന് മുന്നേ ഈ ഒരു ഐഡിയ ഉണ്ട്, നമ്മൾ കുറച്ച് ഡയലോഗ്സ് ഒക്കെ എഴുതിയിരുന്നു. പക്ഷെ കംപ്ലീറ്റ് അല്ല. ഷൂട്ട് കഴിഞ്ഞ് ഫൈനൽ ഡബ് നടക്കുന്ന സമയത്ത്
എവിടേക്കോ സൈലൻസ് ഉള്ളതുപോലെ. ചേരിയിൽ പക്ഷെ നമുക്ക് അങ്ങനെ സൈലൻസ് കിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാവും. അപ്പം ഒരു ചെറിയ സൗണ്ടെങ്കിലും എവിടെയെങ്കിലും വേണം. മാത്രമല്ല ഇതൊരു ഉത്സവം നടക്കുന്ന ടൈമും കൂടാണ്. ഒരു സൈലൻസ് ഇല്ല കംപ്ലീറ്റ്ലി അവിടെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സൈലൻസ് വരുന്ന സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് ആ സീനിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി അവിടെയും നമ്മൾ ഡയലോഗ്സ് എഴുതിയിട്ട് ഡബ് ചെയ്ത് പിന്നെ ആ ഒരു ഓഡിയോ സ്ക്രിപ്റ്റ് ഫൈനൽ ചെയ്തു. ഓ, ഈ ശരത്തേട്ടൻ്റെ അനിയൻ രഞ്ജിത്തേട്ടൻ്റെ മകളാണ് ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതേപോലെ രഞ്ജിത്തേട്ടനാണ് ഇതിനകത്ത് സ്കോർ ചെയ്തിരിക്കുന്നത്. ഇവരിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞില്ല, ഞാൻ പാർട്ട് ടൈം വർക്ക് ചെയ്ത് SLR സ്റ്റുഡിയോയിലാണ്. അപ്പം അത് മാനേജ് ചെയ്തിരുന്നത് സിൻചാനാണ്. അപ്പം സിൻചാൻ്റെ പഴയ കാലം തൊട്ടുള്ള ഒരു ഫ്രണ്ടാണ് ശരത്തേട്ടൻ. അപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിൻചാൻ ഇങ്ങനെ പറയും, ശരത്തേട്ടൻ്റെ കഥകളൊക്കെ പറയും. അപ്പം ആൾക്കിങ്ങനെ ഒരു അനിയനുണ്ടെന്നും അനിയനൊരു മോളുണ്ടെന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ വർക്ക് ഏകദേശം ഷൂട്ടൊക്കെ തീർന്ന് നമ്മൾ ഒരു 30-31 ദിവസം കൊണ്ട് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ. അപ്പം എൻ്റെ ഡിഗ്രി തീർന്ന സമയമായിരുന്നു. ഞാൻ തിരിച്ച് പിന്നെ നാട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ തൃശ്ശൂരേക്ക് വരുന്നു. അപ്പം സിനിമ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ ചിത്രാഞ്ജലിയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത് ബാക്കി എല്ലാ വർക്കുകൾക്കും. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളത് അറിയില്ല. സിൻചാൻ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ മ്യൂസിക്കിൻ്റെ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും പറഞ്ഞു ഒരാളുണ്ട്. അപ്പം ആരാ? ശരത്തേട്ടൻ്റെ അനിയനാ. എവിടെ? അപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, ഇവിടെ തൊട്ടടുത്തല്ലേ, നമുക്ക് പോയി കാണാം. രഞ്ജിത്തേട്ടൻ്റെ കാര്യം പറഞ്ഞ് രഞ്ജിത്തേട്ടനെ വിളിച്ചോണ്ട് വന്നു സിനിമ കാണിക്കാനായിട്ട്. അങ്ങനെ രഞ്ജിത്തേട്ടൻ്റെ സിനിമ കാണുന്നു. സിനിമ കണ്ടിട്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്നു. ഞാനതിനകത്ത് ഇടപെടുന്നില്ല. കാരണം എനിക്ക് രഞ്ജിത്തേട്ടൻ അത്ര പരിചയമില്ല. എങ്ങനെ ഈ ആളുടെ അടുത്ത് ഇടപെടണം, ഈ ആളുടെ അടുത്ത് ഞാൻ എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ള ഡൗട്ട്സൊക്കെ എനിക്കുണ്ടായിരുന്നു. രഞ്ജിത്തേട്ടൻ സിനിമ കണ്ടിട്ട് തിരിച്ചു പോകുന്നു. പിന്നെയാണ് രഞ്ജിത്തേട്ടൻ പറയുന്നത് ആൾക്ക് ഈ സിനിമ ആ മുറിയിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റണില്ല. രൂപ എന്ന കഥാപാത്രത്തിൽ നിന്ന് ആളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. ആൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നമുക്ക് പോവാം, വീട്ടിൽ പോയി കാണാം. അങ്ങനെ വീട്ടിൽ പോയ സമയത്താണ് രഞ്ജിത്തേട്ടൻ പറയുന്നത് രഞ്ജിത്തേട്ടൻ്റെ ഒരു മോളുണ്ട്, പാടും. ആ വീട്ടിൽ പോയ സമയത്ത് ഞാൻ വർഷനെ കാണുന്നില്ല. സിനിചേട്ടനൊക്കെ എനിക്ക് വീഡിയോസൊക്കെ കാണിച്ചു തന്നു. വർഷയുടെ ചാനലിലും യാനി പാടിയ സോങ് വർഷ പാടുന്നതും. അങ്ങനെയാണ് നമ്മുടെ പാട്ട് വർഷ പാടുമെന്നൊന്ന് ചോദിക്കുമോ? അപ്പോഴും വർഷ പാടുമോ എന്ന് ചോദിക്കുമോ എന്ന് ഞാൻ പറയുന്നുള്ളൂ. മ്യൂസിക് ഡിറക്ഷൻ എന്നൊരു ഭാഗത്തേക്ക് ഞാൻ പറയുന്നില്ല. കാരണം അറിയില്ല എനിക്ക് വർഷനെ പറ്റി രഞ്ജിത്തേട്ടനെ പറ്റി ഞാൻ അങ്ങനെ കൂടുതൽ അറിയില്ല. എനിക്ക് സിൻചേട്ടൻ പറഞ്ഞ ആ ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. പിന്നീടാണ് സിൻചേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത്, നമുക്ക് വർഷയെ കൊണ്ട് ചെയ്യിച്ചാലോ? ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യിക്കാം. അപ്പം യാദൃശ്ചികമായിട്ടാണ് ഈ പെണ്ണുങ്ങൾ കൂടുതൽ ഇതിനകത്തേക്ക് വന്നത്. അല്ലാതെ പെണ്ണുങ്ങളെ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു സ്ത്രീപക്ഷ സിനിമ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല? ഇല്ലില്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഈ ഒരു സിനിമയുടെ ആശയം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2021 ഞാൻ സജീവൻ അന്തിക്കാട് സാറിൻ്റെ കൂടെ തൃശ്ശൂർ വന്ന് AD ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ലാറ്റോ മാറ്റൻ എന്ന സിനിമയിൽ ജോയ് മാത്യു ആയിരുന്നു ലീഡ്. അപ്പോൾ ആ സിനിമയിൽ ഞാനൊരു ഏകദേശം 3 ഷെഡ്യൂളായിട്ട് വർക്ക് ചെയ്തു, ഒരു മാസത്തിന് മേലിൽ. അപ്പം വെളിയിലുള്ള സിനിമ എനിക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റി. ആ സിനിമ ചെയ്ത് തിരിച്ച് കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞ് എനിക്ക് ആ ഹാങ് ഓവറിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുന്നില്ല. കാരണം ആ വർക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് തുടങ്ങും, രാത്രി ഒരു 10 മണി 12 മണി വരെ, 10 മണി വരെയാണ് ഷൂട്ട്. അത് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നിട്ട് ഞാൻ നാളത്തേക്കുള്ള കാര്യങ്ങൾ എടുത്തു വെക്കും. റിപ്പോർട്ട് എഴുതാനാണെങ്കിലും നാളെ ഏതൊക്കെ സീനുകളാണ്, ഏതൊക്കെ ഷോട്ടുകളാണ്, റിപ്പീറ്റ് ഷോട്ട് ഇനി എടുക്കാനുണ്ടോ. അപ്പം ഞാൻ കിടക്കുമ്പോൾ ഏകദേശം ഒരു 2 മണിയാവും. വീണ്ടും രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എണീറ്റ് ഇതായിരുന്നു എൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു മാസം. പക്ഷെ എനിക്ക് തീരെ മടുപ്പ് തോന്നിയില്ല. ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അതൊക്കെ വിട്ട് തിരിച്ച് നാട്ടിൽ വന്നല്ല, തിരിച്ച് കൊല്ലത്ത് വന്ന് എനിക്കൊന്നും ചെയ്യാനില്ല. കൊറോണ സമയവും കോളേജിൽ ക്ലാസ്സില്ല, ശനിയും ഞായറും മാത്രമേ ക്ലാസ്സുള്ളൂ. കൊറോണ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങനെ വെളിയിൽ ഇറങ്ങാനും പറ്റണില്ല. അപ്പം ഞാൻ ലോക്ക്ഡ് ആയിപ്പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. സിൻചാൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണം, എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റണില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ, ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്ന പോലൊരു ഫീലുണ്ട്. അപ്പം സിൻചാണൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നീ അത് എഴുത്, അല്ലെങ്കിൽ ആളെഴുതിയ കുറേ സ്റ്റോറീസിൻ്റെ 1 ലൈൻ ടാഗ് ലൈൻ എഴുതിയ ഒരു ഡയറി ഉണ്ട്, അത് എടുത്ത് നോക്കാനകത്ത് നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ നിൻ്റേതായിട്ട്. അപ്പം ഞാൻ ആ ഡയറി ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് എനിക്കൊരു ടാഗ് ലൈൻ എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അതിലെഴുതിയിരുന്നത് ഇത്രേ ഉള്ളൂ, വേശ്യയുടെ ഒറ്റമുറി വീടെന്നാണ്. അപ്പോൾ അതാണ് ത്രെഡ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കൊള്ളാലോ, പേര് കൊള്ളാലോ, അത്ര എഴുതിയിരുന്നുള്ളതിൽ. ഞാൻ ആ ഡയറി എടുത്ത് ഓടിക്കൊണ്ട് ചോദിച്ചു, ഇതെന്താ സംഭവം. എൻ്റെ 1 ലൈൻ പറഞ്ഞു തന്നു.
അപ്പം ഞാൻ ചോദിച്ചു ഞാൻ അങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യട്ടെ, അവിടെ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഞാനങ്ങനെ വർക്ക് ചെയ്ത് നള്ളി ജമീല മാമിനെ കോണ്ടാക്ട് ചെയ്യുന്നു, മാമിൻ്റെ ഇൻ്റർവ്യൂസ് കാണുന്നു, അങ്ങനെ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് സിൻചാൻ്റെ അടുത്ത് പറയുന്നു. സിൻചാൻ അത് സ്ക്രിപ്റ്റാക്കി എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്നു. അപ്പോഴൊന്നും നമുക്കിതൊരു സ്ത്രീപക്ഷ സിനിമയായിട്ടോ അല്ലെങ്കിൽ ഒരു വുമൺ സിനിമയായിട്ടോ ഒന്നും നമ്മളിതിനെ മുന്നോട്ട് വെക്കുന്നില്ല. SLR സിനിമ എന്നുള്ളൊരു കൂട്ടായ്മയിൽ നമ്മുടെ കൂടെ വെബ് സീരീസ് ചെയ്ത കുറേ ആക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം ഒരുമിച്ച് നിർത്തി ഒരു കുഞ്ഞു സിനിമ, ഒരു ചെറിയ സിനിമ ചെയ്യുക എന്നുള്ളതായിരുന്നു ആശയം. അപ്പം അങ്ങനെ ചേർന്നവരെല്ലാം വന്നത് സ്ത്രീകളായിരുന്നു. അതിലെനിക്ക് തോന്നുന്നത് സ്ക്രിപ്റ്റ് ചെയ്ത സിനിചേട്ടനും ക്യാമറ ചെയ്ത അരുൺ ചേട്ടനും ഒഴിച്ച് ബാക്കിയെല്ലാം, പിന്നെ അരുൺ ചേട്ടനെ അസിസ്റ്റ് ചെയ്ത 2 പേരും ഒഴിച്ച് ബാക്കിയെല്ലാം സ്ത്രീകളായിരുന്നു. പിന്നെ എന്നെ അസിസ്റ്റ് ചെയ്യാൻ ഇനോഷൻ എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നു. ബാക്കി എല്ലാം നോക്കിയത് സ്ത്രീകളാണ്. അങ്ങനെ എന്താ പറയുക, കോയിൻസിഡൻഷ്യലി വന്നതാണ് ഇവരെല്ലാം. അതേപോലെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ സിനിമ കണ്ട് കൈയടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അളിയ പ്രൗഡാണ് ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ. പൊളിക്കളിയ സിനിമ നന്നായിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യട്ടെ. എന്നെ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ടോ. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.